ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഒന്നിൽ കൂടുതൽ പവർ സോഴ്സ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത്തരം വാഹനങ്ങളെ ഹൈബ്രിഡ് വാഹനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനും ഇലക്ട്രിക് മോട്ടറും വാഹനത്തിന്റെ വീല് കറക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. ഹൈബ്രിഡ് വാഹനങ്ങളുടെ നിർമ്മാണത്തിന്റെയും വീലുകളിലേക്ക് പവർ ഏത് തരത്തിലാണ് എത്തിക്കുന്നതിന്റെയും അടിസ്ഥാനത്തിൽ പ്രധാനമായും 3 ടൈപ്പുകളാണുള്ളത്: സീരീസ് ഹൈബ്രിഡ്, പാരലൽ ഹൈബ്രിഡ്, സീരീസ് പാരലൽ ഹൈബ്രിഡ്. സീരീസ് ഹൈബ്രിഡിൽ എഞ്ചിൻ ജനറേറ്ററിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത്. എഞ്ചിൻ ഉപയോഗിച്ച് വീലുകളെ ഡ്രൈവ് ചെയ്യുന്നില്ല. എഞ്ചിൻ ജനറേറ്ററിനെ കറക്കി ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിക് പവർ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുകയും ആ പവർ ഉപയോഗിച്ച് ഇലക്ട്രിക് മോട്ടറാണ് വീലുകളെ കറക്കുന്നത്. പാരലൽ ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ വാഹനത്തിലുള്ള എഞ്ചിനും ഇലക്ട്രിക് മോട്ടറും ഇത് രണ്ടും വീലുകളെ കറക്കാൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ടെക്നോളജിയിലൂടെ ആക്സിലേറ്റർ ഒക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് വീല് മോട്ടറിനെ കറക്കി പവർ ഉൽപ്പാദിപ്പിക്കുകയും അത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. സീരീസ് പാരലൽ ഹൈബ്രിഡ് മുകളിൽ പറഞ്ഞ 2 ടൈപ്പുകളും ഒന്നു ചേർന്നതാണ്. അതായത് ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ച് മാത്രം വീലിനെ ഡ്രൈവ് ചെയ്യാൻ സാധിക്കും, എഞ്ചിൻ ഉപയോഗിച്ച് മാത്രം വീലുകളെ ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇലക്ട്രിക് മോട്ടറും എഞ്ചിനും ഇത് രണ്ടും ഉപയോഗിച്ച് വീലുകളെ ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. ഇതിലും റീജനറേറ്റീവ് ബ്രേക്കിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ബാറ്ററി ചാർജ് ചെയ്യാനും അതുപോലെ തന്നെ ഇലക്ട്രിക് മോട്ടോർ വീലിനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ ജനറേറ്ററിനെ പ്രവർത്തിപ്പിച്ച് പവർ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യാനും സാധിക്കും.